വിഴിഞ്ഞം തുറമുഖത്തെ ഓഹരി കൈമാറ്റത്തിൽ UDFന് മൗനാനുവാദമാണെന്ന് മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക്. മിഷൻ സമുദ്ര കേരളത്തെ കൊള്ളയടിക്കാനുള്ള പദ്ധതിയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മിഷൻ സമുദ്ര കേരളത്തെ കൊള്ളയടിക്കാനുള്ള പദ്ധതിയാണെന്ന് മുൻ മന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക് പറഞ്ഞു. മംഗലാപുരത്ത് ചാർട്ടേഡ് വിമാനത്തിൽ നടന്ന ചർച്ചകളിലെ പ്രധാന വിഷയങ്ങളിലൊന്നാണ് വിഴിഞ്ഞം ഓഹരി കൈമാറ്റമെന്നും ഓഹരി കൈമാറ്റം നടപ്പായാൽ തുറമുഖത്തിന്റെ പ്രധാന ഉപഭോക്താവ് തന്നെ തുറമുഖം നിയന്ത്രിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും ഇത് മറ്റ് കമ്പനികളുടെ താൽപ്പര്യങ്ങളെയും നിക്ഷേപ സാധ്യതകളെയും പ്രതികൂലമായി ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിന് ഇതിലൂടെ യാതൊരു ഗുണവുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇലക്ഷൻ കഴിഞ്ഞ് മന്ത്രിസഭ രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ചാർട്ടേഡ് വിമാനത്തിൽ മംഗലാപുരത്ത് പോയി ഈ കമ്പനി പ്രതികളുമായി രഹസ്യ സംഭാഷണം നടത്തിയതിൽ ഈ ഓഹരി കൈമാറ്റം വന്നിട്ടുണ്ടായിരുന്നോ ഇല്ലയോ? ഉത്തരം പറയണം. എന്തിനാ ഉത്തരം പറയാൻ പഠിക്കുന്നത്? കേരളത്തെ ആഗ്രഹിക്കുന്നു. ഇതല്ലേ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഗവർണൻസിന് ചെയ്യേണ്ടത്? അത് ചെയ്യുന്നില്ല. ഞാൻ പറയുന്നത് ഈ മിഷൻ സമുദ്ര തന്നെ ഈ മാതൃകയിൽ കേരളത്തെ കൊള്ളയടിക്കാനുള്ള അവസരം ഉയർത്താൻ പോവുകയാണ്. വേണം, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി വന്നോട്ടെ, ഓഹരിയുടെ മൂല്യം കൂടിക്കോട്ടെ, ഇതൊന്നും നമ്മളിതിലല്ല. പക്ഷെ കേരളത്തിന് അതുകൊണ്ട് നേരിട്ട് ഗുണം കിട്ടേണ്ടത്. അതിന് ലാഭത്തിലൊരു വിധം വേണ്ടി ലാഭം ഇന്നുള്ള കരാർ പ്രകാരം തരാനും വേണ്ട, ശരി. പക്ഷേ ഇത്രയും തുക കിട്ടുന്നതല്ലേ, ഇന്ന പശ്ചാത്തല സൗകര്യങ്ങൾ സൃഷ്ടിക്കും എന്ന് ഒരു കമ്മിറ്റ്മെന്റ് വേണ്ടത്. ഓഹരി എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപഭോക്താവ് തന്നെയാണ് ഈ തുറമുഖത്തെ നിയന്ത്രിക്കുന്നത്. ഇത് മറ്റ് ഷിപ്പിംഗ് കമ്പനികളുടെ താല്പര്യത്തെ ഹനിക്കുന്ന രീതിയിലായിരിക്കുമ്പോൾ VS സർക്കാർ വിഭാവനം ചെയ്ത വിഴിഞ്ഞം പദ്ധതി ഉമ്മൻചാണ്ടി സർക്കാർ തിരുത്തിയെന്നും അദ്ദേഹം വിമർശിച്ചു. ബജറ്റിലൂടെയും ധവളപത്രത്തിലൂടെയും സർക്കാർ കിഫ്ബിക്കെതിരെ പ്രചാരണം നടത്തുകയാണെന്നും കിഫ്ബിയുടെ വിശ്വാസ്യത തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ അവസരമൊരുക്കാനാണ് കിഫ്ബിയെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.